അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം അതിവിദഗ്ധമായി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം നടത്തിയ ഖണ്ഡനങ്ങളും സംവാദങ്ങളും ചർച്ചകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊരു നിഷ്പക്ഷമതിക്കും അത് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ ഇന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പല വാദങ്ങളും ഈ കാലമത്രയും സമസ്തക്കാർ പറഞ്ഞു വെച്ച വാദമല്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിവിദഗ്ധമായി മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ച ഒരു സംസാരത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ കേട്ടു. സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മനുഷ്യന് എങ്ങനെയാണ് സ്വന്തം ബാപ്പയെ സംബന്ധിച്ച് അദ്ദേഹം അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് എന്ന് പറയാൻ സാധിക്കും? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ അതിവിദഗ്ധമായി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അബൂജഹലിനേക്കാളും കടുകടുത്ത മുശ്രിക്കാണ് സ്വന്തം പിതാവ് എന്ന് ആർക്കാണ് പറയാൻ പറ്റുക എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, സെലഫികളായ ആളുകളൊക്കെ അങ്ങനെ പറയുന്ന ആളുകളാണ്. സ്വന്തം പിതാവിനെയും മാതാവിനെയും അവരുടെ മുൻഗാമികളെ അടക്കം പ്രവാചകന്റെ കാലം തൊട്ട് ഈ കാലഘട്ടം വരെയുള്ള സർവ്വവിശ്വാസികളും മുശ്രിക്കുകളാണ് എന്ന് പറയുന്ന ആളുകളാണ് സെലഫികൾ എന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തുന്നത്. സ്വന്തം ബാപ്പ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം മങ്കൂസ് മൗലിദ് ഓതി, മരിച്ച ഉപ്പാപ്പാന്റെ പേരിൽ യാസീൻ ഓതി, മരിച്ച ഉപ്പാപ്പയുടെ ഖബർ സിയാറത്തിന് ചെന്നു. മരിച്ച ഉപ്പാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ മുശ്രിക്കാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്. മരിച്ച ഉപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അവർ മുശ്രിക്കാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇദ്ദേഹം ഇവിടെ ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പിന്നെ അവർ ചെല്ലുന്നത് മങ്കൂസ് മൗലൂദാണ്. ആ മങ്കൂസ് മൗലൂദിൽ എന്ന് തുടങ്ങുന്ന പ്രവാചകനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളുണ്ട്. അതൊക്കെ ഷിർക്കാണ് എന്ന് നമ്മൾ പറയും. അതിനപ്പുറം ഈ ചെല്ലുന്ന ആളുകളും സമസ്തക്കാരുമൊക്കെ മുശ്രിക്കുകളാണ് എന്നൊന്നുമല്ല. പക്ഷെ ഇവിടെ മുസ്ലിയാർ ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെയും മൗലാ തങ്ങളുടെയും അലീൽ കൂഫി തങ്ങളുടെയും അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെയും എന്തിനധികം പറയണം, 1000-ലധികം കൊല്ലം പഴക്കമുണ്ടെന്ന് തോന്നുന്ന ഇരിക്കൂർ മഖാമടക്കം നിൽക്കുന്ന ഇരിക്കൂറിലെ മഹാന്മാരടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞുപോയ ആളുകളെ ആദരിക്കുന്നവരും അവരെ അംഗീകരിക്കുന്നവരും അവരെ മദ്ഹ് പറയുന്നവരും അവരെ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കുന്നവരുമൊക്കെ അവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും വെറുതെ ആരോപണം പറഞ്ഞതല്ല. അയാൾ നേരത്തെ പറഞ്ഞതൊന്നും ആരോപണമല്ല, യാഥാർത്ഥ്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? കുറെ മഹാന്മാരാണെന്ന് പറയപ്പെടുന്ന ആളുകളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സ്ഥാനം, അതേപോലെ തന്നെ അവരുടെ മദ്ഹ് പറച്ചൽ, ഇതൊക്കെ പറയുന്ന ആളുകളൊക്കെ മുശ്രിക്കുകളാണ് എന്നാണ് സെലഫികൾ പറയുന്നത് എന്നാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. 1980 ജനുവരിയിലെ പുത്തൻവാദികളുടെ മാസിക നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാം, മൗലിദ് ഓതുന്നത് ശിർക്ക്, മാല ചൊല്ലുന്നത് ശിർക്ക്, ഒക്കെ ശിർക്കുകൾ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ് ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹ ബന്ധവും അവരെ തുടർന്ന് നമസ്കരിക്കലും അവർക്ക് മയ്യിത്ത് നമസ്കരിക്കലും അവരറുത്തത് ഭക്ഷിക്കലും അനുവദനീയമല്ല. ഇത്രയും നീചരായി സ്വന്തം പിതാക്കളെയും സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ ജീവിച്ചു വന്ന മുഴുവൻ ആളുകളെയും ഇത്രയും നീചരായി ചിത്രീകരിക്കുന്ന ഒരൽപ്പവും മനുഷ്യത്വമില്ലാത്ത സ്വഭാവം, ഇത് ബിദ്അത്തിന്റെ ഭവിഷ്യത്താണ്, യാതൊരു സംശയവും ഇല്ല. ഇദ്ദേഹം ഇവിടെ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം നടത്തിയ സംസാരമാണിത്. എന്നാൽ സമസ്തക്കാരാണ് സെലഫികളെ കാഫിറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. സെലഫികൾ ചെയ്ത തെറ്റെന്താണ്? അള്ളാഹുവിന് പുറമെ മറ്റൊരാളെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നും നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നും മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കെട്ടുപിടിച്ച സഹാബാക്കൾ വിശ്വസിച്ച രൂപത്തിൽ നാം വിശ്വസിക്കണം. ആ പ്രവാചകനും പ്രവാചകന്റെ സഹാബാക്കളും ആചരിച്ചതുപോലെ നാം ആചരിക്കണം. കാരണം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറം കൂട്ടുവാനോ കുറക്കുവാനോ നമുക്ക് പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ
മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നുള്ള വിശ്വാസം പഠിപ്പിക്കുമ്പോൾ, വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർപ്പ് വായ്പൂടാതുദ്ദിനം ചെയ്യും ഞാൻ എന്നോവർ എന്ന് പഠിപ്പിക്കുമ്പോൾ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകമെന്ന് പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടി പുരോഹിതന്മാർ പടച്ചറബിന്റെ ഖുർആനിക വചനങ്ങൾ പോലും പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുമ്പോൾ അതിനെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് ഇവിടെ സെലഫികൾ ചെയ്തിട്ടുള്ളത്. ശിർക്കും കുഫറും കലർന്ന വിശ്വാസം സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുകയാണ് സെലഫികൾ ചെയ്തിട്ടുള്ളത്. മരിച്ചുപോയ മഹാന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നും അനല്ലാ എന്ന് CM മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്നും പടച്ചോനാണെന്ന് CM മടവൂരിനെ കുറിച്ച് തോന്നിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. അത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ പുരോഹിതന്മാർ നടത്തിയ ഒരു അടവായിരുന്നു ലോക മുസ്ലിങ്ങളെ ഇവർ മുശ്രിക്കാക്കുന്നു, ലോക മുസ്ലിങ്ങളെ ഇവർ കാഫിറാക്കുന്നു എന്ന്. എന്നാൽ കാഫിറാക്കുന്നവരാരാണ്? സമസ്തക്കാര് തന്നെയാണ്. സമസ്തയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്കത് പരിശോധിക്കാം. എന്താണ് ഇവർ എഴുതി വെച്ചത്? വഹാബികളും മൗദൂദികളും കാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു നോക്കുക. സുന്നി വോയിസ് 1994 മാർച്ച് 24. അങ്ങനെ ഇറങ്ങിയവരുടെ സുന്നി വോയിസിൽ കൃത്യമായി അവർ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് വഹാബികളും മൗദൂദികളും ഒക്കെ അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളാണ് എന്ന്. ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നിരന്തരം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുകയും എന്നാൽ മുജാഹിദുകൾക്ക് നേരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവിടെ ലോക മുസ്ലിങ്ങളെ, സഹാബാക്കൾ അടക്കമുള്ള ആളുകളെ കാഫിറാക്കുന്നവരാണ് സെലഫികൾ എന്ന് സമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഈ മുസ്ലിയാക്കന്മാരടക്കമുള്ള ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ കൃത്യമായി പുരോഹിതന്മാരല്ലേ ഈ പണിയൊക്കെ എടുക്കുന്നത്. മുജാഹിദുകൾ ഇന്നാലിന്ന വിശ്വാസം കുഫറാണ് എന്ന് പറഞ്ഞപ്പോൾ, മുജാഹിദുകൾ ഇന്നാലിന്ന വിശ്വാസം ഷിർക്കാണെന്ന് പറഞ്ഞപ്പോൾ, മുജാഹിദുകൾ ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ ബിദ്അത്താണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ പുരോഹിതന്മാർ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് എങ്കിൽ ഇന്ന് മുസ്ലിയാക്കന്മാർ ഏത് അവസ്ഥയിലാണുള്ളത് എന്നൊന്ന് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണെന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അതിനെതിരെ പരിഹസിക്കുകയും ഇത്തരം വിശ്വാസങ്ങൾ പിഴച്ചതാണ് എന്നും അവർ ബിദഅകളാണ് എന്നും ഇതല്ല സഹാബാക്കളുടെ വിശ്വാസം എന്നും സമൂഹത്തെ പഠിപ്പിച്ച പുരോഹിതന്മാർ ഏത് പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും മഹാന്മാരോടാണ് നാം തേടേണ്ടത് എന്നും നേർക്കുനേരെ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല എന്നും അത് ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കുന്നത് പോലെയാണ് എന്നും KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞ പുരോഹിതന്മാർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ അത് തിരുത്തിയില്ലേ? അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഉസ്താദായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ സമൂഹത്തെ പഠിപ്പിച്ചത് എന്താണ്? ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാർ രോഗം മാറ്റുന്നുണ്ട് എന്നാണ്. കാന്തപുരത്തിന്റെ വേറപ്പിന്റെ അസുഖം പോലും മാറ്റിക്കൊടുത്തത് ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരാണ് എന്നാണ്. എന്നിട്ടാണ് വയറ് അറിയുന്നത്. ഇങ്ങനെ വയറ് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതെന്തിനാ തലയെക്കെട്ട് എടുത്തു വെച്ചാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കുപ്പായൊക്കെ നനഞ്ഞിട്ട് വിയർപ്പ് ഇങ്ങനെ വലിക്കുന്നുണ്ടല്ലോ, ഈ വിയർപ്പുള്ള ഞാൻ തലക്കെട്ട് കെട്ടിക്കൊണ്ട് വയറ് പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് കൂച്ചെടുത്തിട്ട് വയറ് പറയാൻ കഴിയൂല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പക്ഷേ വാക്കിൻ്റെ ഗൗരവം, നാളെ മുതൽ നിങ്ങൾക്ക് ആ രോഗം ഇല്ല, ഒരൊറ്റപ്പുറത്തിനൊക്കെ പറയും. അള്ളാഹു ശിവയാക്കട്ടേതോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കൊള്ളുന്നൊന്നുമല്ല. നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമില്ല. അള്ളാഹു ശിവയാക്കട്ടേതോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കൊള്ളുന്നൊന്നുമല്ല. നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമില്ല. അള്ളാഹു ശിവയാക്കട്ടേതോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കൊള്ളുന്നൊന്നുമല്ല. നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമില്ല. അവിടെ നാളെ മുതൽ തലയിൽ കെട്ടാണ്ട് അത് പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേത് മുതൽ എൻ്റെ ആരോഗ്യം ഞാൻ കണ്ടിട്ടില്ല. ശരീരമൊട്ടാകെ വിയർത്ത് കുളിച്ച് പറയാൻ കഴിയാതെ ആവുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കത് കണ്ടിട്ടില്ല. നാളെ മുതൽ അതില്ല എന്നാണ് പറഞ്ഞത്.
അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് ആ രോഗം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പല ആളുകളുടെയും പല പ്രയാസങ്ങളും മഹാന്മാർ മാറ്റിക്കൊടുക്കുന്നുണ്ട് എന്നാണ്. മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മുടെ രോഗം മാറ്റും. മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരും. മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ എല്ലാം കാണുകയും കേൾക്കുകയും ഇടപെടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതിൽ ഏതാണ് യഥാർത്ഥ ഹക്ക്, ഏതാണ് പ്രവാചകനുള്ള സഹാബാക്കൾ മനസ്സിലാക്കിയ ദീൻ, അതൊന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഇതേ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണം. മുജാഹിദുകളുടെ മെക്കിട്ട് കയറി മുജാഹിദുകൾ സർവ്വ മുസ്ലിങ്ങളെയും മുശ്രിക്കും കാഫറുകളുമാക്കുന്നു എന്ന് നാളിതുവരെ സ്റ്റേജായ സ്റ്റേജിലൂടെയും പേജായ പേജിലൂടെയും പൊലമ്പി നടന്നവർ ഇന്ന് എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള വാദം ഉന്നയിക്കുന്നത്? ഇതാണോ യഥാർത്ഥ ഹക്ക്? അതല്ല നിങ്ങളുടെ നേതാക്കന്മാർ ഈ കാലമത്രയും പറഞ്ഞു വെച്ചതാണോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ അത് പറഞ്ഞു തരണം. മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊക്കെ വഹാബികളാണ്, വഹാബി ചാരന്മാരാണ് എന്ന രീതിയിലാണ്. എന്നാൽ ഇതേ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ അവരുടെ കൂടാരത്തിൽ നിന്ന് തന്നെ പകരം വാപ്പൂട്ടി മുസ്ലിയാരും അതേ പ്രയോഗം നടത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ അൻസാരി സുഹരിക്കെതിരെയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെയും ഹാരിസ് മദനിക്കെതിരെയും ഒക്കെ കുരുവട്ടൂർ ശൈത്താന്മാർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് അവരും പറയുന്നു. അവർ വഹാബികളാണ്, വഹാബി ചാരന്മാരാണ് എന്നാണ്. അതേ കാര്യം അവരുടെ കൂടാരത്തിലുള്ള പകരം ബാപ്പൂട്ടി മുസ്ലിയാർ തന്നെ വിളിച്ചു പറയുമ്പോൾ അവന്റെ പരിപാടി ആദ്യം ക്ലാസ് എടുക്കുക, എല്ലാവരും അവിടുത്തെ വലിയ ആളാണ് ഈ കാര്യം. അവന്റെ ക്ലാസ് എന്താ പറയുക, എല്ലാവരും കുത്തുബിയത്തിന് മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൻ പോണ്. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മൊയ്തീൻ ഷേഖ് സഹായിക്കുമെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത്. ഇത്ര വലിയ തെണ്ടി ദുനിയാവിൽ ആരാണ്? കാരണം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ചെയ്യാം. മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നിടത്ത് മാത്രമാണോ അതുള്ളത്? ഒരു ചായ ഒരാളോട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വാങ്ങണ്ടത്? ഒരു പീടിയെന്ന് ഒരാളോട് അങ്ങോട്ട് ഒരു ചായ ഉണ്ടാ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇനി ഒരു ചായ കൊണ്ടാ എന്ന് പറയേണ്ടി വരൂലേ? കുത്തുബിയത്തിന് മാത്രമാണോ? അപ്പൊ ഇപ്പൊ പച്ച വഹാബിയാണവൻ. അതാണ് ഈ പറയുന്നത്. ഭാര്യയോട് ചായ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ കഴിവൊന്നുമില്ല. ഭാര്യ അള്ളാഹിന്റെ കഴിവുകൊണ്ടല്ല, സ്വന്തം ചെയ്യോ? ഡോക്ടറെ പോയിട്ട് ഡോക്ടറെ എനിക്ക് സുഖമില്ല, എന്തെങ്കിലും മരുന്നേരില്ല, രോഗം മാറ്റി തരും എന്ന് അറിയുമ്പോന്നില്ല, അള്ളാഹുവിന്റെ കഴിവില്ല. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ വാങ്ങൂടി ഇന്ത്യ എത്തിക്കാറുണ്ടാറ്. അങ്ങനെ എന്തായാലും ഒരു പീടിയെ പോയിട്ട് അള്ളാഹുവിന്റെ കൈ കൊണ്ട് ചായ കണ്ട് കാട്ടിക്കാം, അള്ളാഹുവിന്റെ കൈ കൊണ്ട് 10 രൂപ ഇറച്ചി തൂക്കിക്കാം, പോവാ അവിടുന്ന് കാര്യം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം തന്നെ അതല്ലേ? ഓരോ സ്ഥലത്തും ഇങ്ങനെ പറയണപ്പോ അത് മുസ്ലിം അല്ലേ ഇത് ചെയ്യുന്നത്? കഴിവ് അള്ളാഹിന്റെതാണ് വിശ്വസാനാണ് തേണ്ടി മുസ്ലിം കയറുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് അറിയണോ? ജീരാന്തങ്ങൾ വിളിക്കുമ്പോ മാത്രം എനിക്ക് ആ പ്രശ്നം. വഹാബിയാണ് അവൻ മൂല്യര്, നേരത്തെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സംസാരത്തിലൂടെ രോഗം മാറ്റുന്നവൻ ആരാണ് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകളൊക്കെ എന്താണ്? രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? ഇതിലാരാണ് ഹക്കിന്റെ ആള് എന്ന്, ഇതിലാരാണ് യഥാർത്ഥ പ്രവാചകനും സഹാബാക്കളും മനസ്സിലാക്കിയ രീതിയിൽ ദീൻ മനസ്സിലാക്കിയവര് എന്ന് നിങ്ങളൊന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം. കൊടുത്ത കഴിവ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചത് ആരാണ്? ഇതേ മുസ്ലിയാക്കന്മാര് തന്നെയല്ലേ? ആരും അള്ളാഹ്ന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹ്ക്ക് തുല്യം എന്നും വിശ്വസിക്കുന്നില്ല. അള്ളാഹ് കൊടുത്ത കഴിവുള്ള മഹാൻ എന്നെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ്. അവർ അള്ളാഹു ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിനെ പോലെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിനെ പോലെയാണെന്ന് തോന്നിപ്പോകുന്നു എന്ന് UK മജീദ് മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ കൊടുത്ത കഴിവിനെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും ടീമിന്റെയും വാദം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനൊരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. ഈ ഒരു വിഷയത്തിൽ തന്നെ AP സമസ്തക്കുള്ളിൽ പരസ്പരം പോരടിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ സമസ്തയുടെ ആളുകളാണ്, സമസ്തയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഏതാണ് യഥാർത്ഥ ഹക്ക് എന്ന് നിങ്ങൾ പറയണം. രണ്ടും ഒന്നാണ് എന്നുള്ള വാദം എന്തായാലും പറയില്ലല്ലോ. അങ്ങനൊരു വാദം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകില്ലല്ലോ. അപ്പോൾ കൊടുത്ത കഴിവാണോ അല്ല അപ്പോൾ കൊടുക്കുന്നതാണോ എന്നുള്ളതൊന്ന് വ്യക്തമാക്കി പറയണം. മാത്രവുമല്ല, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വാദം എന്താണ്? തരുന്നത് എന്നൊക്കെ കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത്
ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അതല്ല. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഈ വാദത്തിനെതിരെ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്ത് വന്ന് സംസാരിച്ചിട്ടില്ലേ? ഒരു പുതിയ പ്രസ്താവന ഇപ്പൊ ഇടക്കിടക്ക് അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്തിഗാസ ചെയ്യാതെ ചുരുക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും ഞാൻ ചോദിച്ചോളൂന്നില്ല. എത്രയാണാ ചോദിച്ചത്? കണ്ടില്ലേ, ഇതിൽ ആരുടേതാണ് യഥാർത്ഥ വിശ്വാസം? ഇസ്തിഗാസയെ നിരുത്സാഹപ്പെടുന്ന പേരോടും ഇസ്തിഗാസയെ പ്രോത്സാഹിക്കുന്ന കാന്തപുരവും. ഇതിൽ ആരാണ് യഥാർത്ഥ ഹക്കിന്റെ ആള്? നിങ്ങളൊന്ന് പറഞ്ഞു തരണം. മാത്രവുമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പകരം ബാപ്പൂട്ടി മുസ്ലിയാരുടെ മഹത്വം പറയുമ്പോൾ 1000 നാവായിരുന്നല്ലോ നിങ്ങൾക്ക്. മമ്പാട്ടുകാരൻ വഹാബ് സഖാഫി പകരം ബാപ്പൂട്ടി മുസ്ലിയാരെ കുറിച്ച് പറയുന്ന ഒരു രംഗം നമുക്ക് കാണാം. ഈ അടുത്ത് വല്ലാതെ ആലിമീങ്ങളെ പരിഹസിക്കുന്ന ഒരു പോയത്തക്കാരന്റെ സംസാരം കേട്ടപ്പോ ആ ചങ്ങാതി മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട പകര ഉസ്താദാണ് മഖാമ് കൈകാര്യം ചെയ്യണത്. അവിടെ വരുന്ന നീർച്ചപ്പെട്ടി മുഴുവോ ഉസ്താദിനുള്ളതാണ്. ഉസ്താദ് ഒരു 25 വർഷത്തിലേറെ കാലമായി ഈ ആഖിർ സമാനിലെ ഒരു നാട്ടിൽ, അതും പാരമ്പര്യമായ പണ്ഡിത സാന്നിധ്യം കൊണ്ട് വൈജ്ഞാനിക നിറച്ചാർത്ത് നൽകിയ ഒരു നാട്ടിലെ ഒരു പണ്ഡിതൻ 20-ലധികം വർഷം ജീവിക്കാനും ദീനീ ഖിദ്മത്ത് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആലിമീങ്ങളെ പരിഹസിച്ച് തോൽപ്പിക്കാൻ വിവരദോഷികൾക്ക് സാധിച്ചേക്കാം. വൈജ്ഞാനികപരമായ ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെ ആലിമീങ്ങളോട് സംവദിക്കാനാണ് നട്ടെല്ല് വേണ്ടത്, പരിഹസിക്കാൻ ആ നട്ടെല്ല് വേണമെന്നില്ല. ഇത്രയും മഹത്വമുടയവരായ പകര ബാപ്പൂട്ടി മുസ്ലിയാരുടെ ആദർശത്തിനെതിരെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിച്ച ഒരു രംഗം നമുക്കിനി കാണാം. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാന് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ CM വലിയുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാന് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ CM വലിയുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. പറയണം നിങ്ങൾ, ഇതിൽ ആരാണ് യഥാർത്ഥ ഹക്കിന്റെ ആള്? നിങ്ങളുടെ കൂടാരത്തിലുള്ള ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ UK മജീദ് മുസ്ലിയാരുടെ ഒരു സംസാരത്തിനെതിരെയും നിങ്ങൾ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ലോകം നിയന്ത്രിക്കുന്നത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരാണ് എന്ന്. അതിനെതിരെയും നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഇപ്പോൾ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഖുത്ബുൽ ആലം CM അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ ഷെയ്ഖ് മടവൂർ ഷെയ്ഖ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ ലോകം നിയന്ത്രിക്കുന്നത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിനെതിരെ അത് കുഫറാണ് എന്നുള്ള വാദവുമായി രംഗപ്രവേശനം നടത്തിയ ആളാണ് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല. അതൊക്കെ
അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദ് തന്നെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ. ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സർഹുൽ മഖാസിദും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ നിരവധി ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ സമസ്തയുടെ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മുജാഹിദുകൾ സർവ്വ മുസ്ലിങ്ങളെയും കാഫിറാക്കുന്നു, മുശ്രിക്കാക്കുന്നു എന്ന് ഘോരഘോരമായി സംസാരിക്കുമ്പോൾ ഇവർക്കുള്ളിൽ പരസ്പരം കലഹിച്ചുകൊണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നാം ഓർക്കുക. ഇവിടെ ആരെയും മുശ്രിക്കാക്കാനോ കാഫിറാക്കാനോ അല്ല മുജാഹിദുകൾ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും കലർന്നിട്ടുണ്ട്, അത് നിങ്ങൾ മാറ്റിവെക്കണേ എന്നാണ് മുജാഹിദുകൾ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടത്. അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ശിർക്കും കുഫറും കലർന്നിട്ടുണ്ട് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടല്ലോ. അവരുടെ വിശ്വാസം പിഴച്ചതാണ് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നിന്ന് നമ്മൾ കേട്ടല്ലോ. ഇതുപോലെ നിരന്തരം മുസ്ലിയാക്കന്മാർ പലതും പറഞ്ഞു വെക്കുകയാണ്. അതാണിപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും ടീമിൽ നിന്നും നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടും ഉളുപ്പില്ലാതെ സ്റ്റേജിലൂടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുകയാണ് ലോക മുസ്ലിങ്ങളെ മുശ്രിക്കും കാഫറുമാക്കുകയാണ് മുജാഹിദുകൾ എന്ന്. സമസ്ത ഈ കാലമത്രയും സമൂഹത്തെ പഠിപ്പിച്ച വിശ്വാസങ്ങൾ പിഴച്ചതാണെന്ന് പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് വഹാബ് സഖാഫി തന്നെ പറഞ്ഞു തരട്ടെ. അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതെ, അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. ഈ രീതിയിൽ സമൂഹത്തെ വഞ്ചിക്കണമെങ്കിൽ, ഈ രീതിയിൽ സമൂഹത്തെ കബളിപ്പിക്കണമെങ്കിൽ അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതുകൊണ്ട് സഹോദരങ്ങളെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ സമൂഹത്തെ കബളിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയുക. ഇവിടെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും കലർന്നിട്ടുണ്ട് എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണ് മറ്റൊരു കോണിലൂടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഗാങ്ങും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സഹോദരങ്ങൾ, അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.